നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള താര ജോഡികളാണ് എന്നും കാവ്യ മാധവനും ദിലീപും. സിനിമകളിലൂടെ തുടങ്ങിയ കെമിസ്ട്രി ജീവിതത്തിലും പകർത്തിയപ്പോൾ പ്രേക്ഷകരിൽ അവരെ സ്നേഹിക്കുന്നവർക്ക് ഉത്സവം തന്നെയായിരുന്നു. ഒരു കാലത്ത് ക്യാമറ കണ്ണുകളിൽ നിന്നും പൊതുപരിപാടികളിൽ നിന്നും അകലം പാലിച്ചിരുന്ന താരം ഇപ്പോൾ ആ പതിവ് പാടെ മാറ്റിയിരിക്കുകയാണ്. അഭിനയ രംഗത്തിപ്പോൾ സജീവമല്ലെങ്കിലും ചടങ്ങുകളിൽ മുഖ്യ അതിഥിയായി എത്താറുണ്ട് കാവ്യ. കഴിഞ്ഞ മാസം തിരുപ്പതിയിൽ ദർശനം നടത്തിയ ദിലീപിന്റെയും കാവ്യയുടെയും ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. മുണ്ടും മേൽമുണ്ടും ധരിച്ചാണ് ദിലീപ് എത്തിയത്. ഗോൾഡൻ യെല്ലോ നിറമുള്ള ചുരിദാറായിരുന്നു കാവ്യയുടെ വേഷം. ഈ ചിത്രങ്ങളിൽ ദിലീപിനെയും കാവ്യയും അല്ലാതെ മക്കളായ മീനാക്ഷിയെയോ മഹാലക്ഷ്മിയെയോ മറ്റ് കുടുംബാംഗങ്ങളെയോ കാണാറില്ല. അതുകൊണ്ട് തന്നെ ഇരുവരും മാത്രമാണോ അതോ മറ്റാരെങ്കിലും തിരുപ്പതി ദർശനത്തിന് ഒപ്പം ഉണ്ടായിരുന്നോ എന്നത് വ്യക്തമല്ല. എന്നാൽ നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിതയുടെ അഭിഭാഷകയായിരുന്ന അഡ്വക്കേറ്റ് TB മിനിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുകയാണ്. ദിലീപിന്റെ തിരുപ്പതി ദർശനവുമായി ബന്ധപ്പെട്ടാണ് ഒറ്റവരി പോസ്റ്റ് TB മിനി പങ്കുവച്ചിരിക്കുന്നത്. ദിലീപും കാവ്യ മാധവനും വളരെ വലിയൊരു നേതാവും തിരുപ്പതിയിൽ പോയി എന്ന് കണ്ടവർ പറയുന്നു എന്നാണ് TB മിനിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. നേതാവാരെന്നോ എന്താണ് വിഷയമെന്നോ TB മിനി വ്യക്തമാക്കിയിട്ടില്ല. ഇതോടെ കമന്റ് ബോക്സിൽ നിരവധി പേരാണ് TB മിനിയെ ചോദ്യം ചെയ്ത് രംഗത്ത് വന്നിരിക്കുന്നത്. നേതാവാരെന്ന് പറയാനുള്ള ധൈര്യമില്ലെങ്കിൽ ഇത്തരം പണിക്ക് നിൽക്കരുത് എന്നാണ് കമന്റുകൾ. ഈ വളരെ വലിയ നേതാവ് ആരാണ്? അയാൾക്ക് പേരില്ലേ? പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ പോസ്റ്റുകൾക്കൊന്നും തന്നെ യാതൊരു നിലവാരവുമില്ല എന്നാണ് ഒരു കമന്റ്. എന്തിനീ ഉറക്കപ്പിച്ച് പറയുന്നേ? ദിലീപ് കാവ്യ പോയത് ഫോട്ടോ വന്നു, ഈ വലിയ നേതാവിന്റെ ആരും എടുത്തില്ല. ഇനി മോദി എങ്ങാനും ആണോ? അതൊക്കെ ഓക്കെ. ഇനി തിരുപ്പതിയിൽ പോയി എന്ന് വെച്ച് എന്താ സംഭവം? നിങ്ങൾക്ക് ഇനിയും തോൽക്കും എന്ന് പേടിയാണോ എന്നാണ് മറ്റൊരു കമന്റ്. കേസ് കൊടുക്കുക എന്നുള്ള മറ്റൊരു കമന്റിന് TB മിനി പ്രതികരിച്ചിരിക്കുന്നത്, തിരുപ്പതിയിൽ പോയതിന് കേസ് എന്തിനാ, ലഡു കൊണ്ടുവരും, ഇനിയാണ് പൂരം എന്നാണ്. ഇനി അതിജീവിത കേസിൽ സർക്കാരിന്റെ വലിയ സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ട എന്നും കമന്റുണ്ട്. മറ്റൊരു പ്രതികരണം, ഭരണപരാജയം ആൻഡ് അഴിമതി മറയ്ക്കാൻ കഴിഞ്ഞ 10 വർഷം ദിലീപിനെ നന്നായി ഉപയോഗിച്ചു. ഒരു തെളിവ് പോലും കണ്ടെത്താതെ അറസ്റ്റ് ചെയ്തു. 9 വർഷം പിന്നെയും കേസ് വലിപ്പിച്ചു. വിധി വന്നപ്പോൾ ദിലീപ് നിരപരാധി. എന്നിട്ടും റിബൺ കെട്ടി നാടകത്തിന് ഇറങ്ങിയത് ഈ പാർട്ടിക്കാർ. പക്ഷേ ഇവർ രഞ്ജിത്തിനെതിരെയോ വേടനെതിരെയോ ഇര പീഡന കേസ് കൊടുത്തിട്ട് അനങ്ങിയില്ല എന്നാണ്. നേതാവിന്റെ പേര് പറയാൻ തൻ്റെ ഇടമുള്ള വക്കീലിന് മുട്ടിടിച്ചോ എന്ന ചോദ്യത്തിന്, മുട്ട് പണ്ടേ പോയി, വയസ്സായില്ലേ? കുഞ്ഞാലിക്കുട്ടിയുടെ തലയിൽ ഒരു കറുത്ത തുണി വീണത് ഓർമ്മയുണ്ടോ? മുട്ടൊന്നും ഇടിക്കില്ല സാർ, വരും ദിവസങ്ങളിൽ വരും എന്നാണ് TB മിനിയുടെ മറുപടി കമന്റ്. അതേസമയം ഇരുവരുടെയും തിരുപ്പതി ദർശനത്തിന്റെ ഫോട്ടോകളും വീഡിയോകളും പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ദിലീപിനും കാവ്യയ്ക്കുമെതിരെ സൈബർ അധിക്ഷേപം നടത്തിയത്. ഏത് അമ്പലത്തിൽ പോയിട്ടും കാര്യമില്ലെന്നും ഒരു ദൈവവും നിങ്ങളിൽ പ്രസാദിക്കില്ല എന്നും അടക്കമുള്ള രൂക്ഷമായ കമന്റുകളാണ് പലരും ഉന്നയിച്ചത്. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടും മഞ്ജു വാര്യരുമായുള്ള വിവാഹമോചനവുമായി ബന്ധപ്പെട്ടും അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചാണ് താരങ്ങൾക്കെതിരെ സൈബർ ആക്രമണം. ഒരു പുണ്യതീർത്ഥത്തിനും ചെയ്ത പാതകത്തിന്റെ കറ കഴുകിക്കളയാനാവില്ലെന്നും എത്ര അമ്പലങ്ങളിൽ പോയാലും ചെയ്ത പാപത്തിന് കൂലി കിട്ടും, ഇത് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കുമെന്നും കമന്റുകളുണ്ട്. എവിടെ പോയിട്ടും കാര്യമില്ല, ചെയ്ത തെറ്റിനുള്ളത് അനുഭവിക്കും. മഞ്ജു ചേച്ചിയുടെ ശാപം നീ മരിക്കുവോളം ഉണ്ടാകുമെന്നാണ് മറ്റൊരു കമന്റ്. അടുത്ത പടം എങ്ങനെയെങ്കിലും വിജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാണെന്നും അടുത്ത തവണ കൈലാസത്തിൽ ഒന്ന് പോയി നോക്ക് എന്നും പരിഹസിക്കുന്നവരും കമന്റ് ബോക്സിലുണ്ട്. 2 കുടുംബം കലക്കികളെന്നും ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിച്ചിട്ട് പ്രാർത്ഥിക്കാൻ നടക്കുന്നു എന്നുള്ള ആക്ഷേപങ്ങളും ഉന്നയിക്കുന്നവരുണ്ട്. ഒരു കാലത്ത് മലയാളികളുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ കാവ്യ മാധവൻ പക്ഷേ ഇന്ന് വെള്ളിത്തിരയിൽ സജീവമല്ല. കഴിഞ്ഞ 10 വർഷത്തോളമായി സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് താരം. നടൻ ദിലീപുമായുള്ള 2ാം വിവാഹത്തിന് ശേഷമായിരുന്നു കാവ്യ പൂർണ്ണമായി സിനിമയിൽ നിന്ന് മാറി നിൽക്കാനായി തീരുമാനിച്ചത് എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ദിലീപിന് അതിൽ യാതൊരു പങ്കുമില്ലെന്നാണ് കാവ്യ പലവട്ടം പറഞ്ഞത്. വിവാഹശേഷമുള്ള അഭിനയത്തിലെ ഇടവേള പൂർണ്ണമായും തന്റെ തീരുമാനവും താല്പര്യവും ആണെന്ന് കാവ്യ ആണയിടുമ്പോഴും ചില ആരാധകർ അത് വിശ്വസിക്കാൻ കൂട്ടാറില്ല. അടുത്തിടെ കാവ്യ മാധവന്റെ ഫാൻ പേജിലെ ഫോട്ടോയ്ക്ക് താഴെ വന്ന കമന്റുകളും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കാവ്യ 10 വർഷമായി അഭിനയം നിർത്തിയിട്ടെന്നാണ് അതിൽ പറയുന്നത്. പലരും ഇത്ര വലിയൊരു ഇടവേള കഴിഞ്ഞുവെന്ന് വിശ്വസിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിന്റെ കാരണമായി അവർ പറയുന്നത് പഴയ സിനിമകളിലെ കാവ്യ മാധവന്റെ ജീവസുറ്റ പ്രകടനങ്ങളാണ്. നിശാൽ ചന്ദ്രയെ വിവാഹം ചെയ്ത കാവ്യ പിന്നീട് കാര്യമായി സിനിമകൾ അഭിനയിച്ചിരുന്നില്ല. ഇടയ്ക്ക്
പാപ്പിയപ്പച്ച എന്ന ദിലീപ് ചിത്രത്തിൽ നായികയായി തിരിച്ചുവരവ് നടത്തുകയായിരുന്നു. എന്നാൽ അധികം വൈകാതെ ഈ വിവാഹബന്ധം വേർപിരിഞ്ഞു. അതിനിടയിൽ 5 വർഷത്തോളം കാവ്യ മാധവൻ സിനിമകളിൽ വീണ്ടും നിറഞ്ഞു നിന്നിരുന്നു. ഒടുവിൽ ദിലീപുമായി വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വിവാഹം. അതിനുശേഷം കാവ്യ മാധവൻ പിന്നീട് വെള്ളിത്തിരയിൽ തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടില്ല. അതായത് ദിലീപ്, കാവ്യ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ പിന്നെയും എന്ന ചിത്രമായിരുന്നു കാവ്യയുടെ അവസാന സിനിമ. അതേസമയം മഞ്ജു ദിലീപ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട മലയാള ജോഡികൾ ദിലീപും കാവ്യയുമാണ്. കാവ്യയും ദിലീപിനെയും വിവാഹം കഴിച്ചതോടെ സിനിമയിൽ നിന്നും മാറി നിൽക്കുകയാണ്. കാവ്യ ഇനി എന്തെങ്കിലും ദിലീപിനൊപ്പം കാണാൻ സാധിക്കുമോ എന്ന ചോദ്യം പ്രേക്ഷകർക്കുണ്ട്. ഭബഭ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട പരിപാടിക്കിടെ ആരാധകർ ദിലീപിനോട് ഇക്കാര്യം ചോദിച്ചിരുന്നു. കാവ്യയുമായി ചെയ്യാൻ സാധിക്കുന്ന നല്ലൊരു പ്രോജക്റ്റ് വന്നാൽ അത്തരമൊരു ചിത്രത്തെക്കുറിച്ച് ആലോചിക്കാമെന്നായിരുന്നു ദിലീപ് പറഞ്ഞത്. മകളുടെ കാര്യം കാവ്യ തന്നെയാണ് നോക്കുന്നതെന്നും അവൾ ആ തിരക്കുകളിലാണെന്നുമാണ് കാവ്യയുടെ മടങ്ങിവരവിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മുൻപ് ദിലീപ് നൽകിയ മറുപടി. സിനിമയിലേക്ക് തിരികെ എത്തിയില്ലെങ്കിലും ഇപ്പോൾ തന്റെ ബിസിനസ്സിൽ സജീവമാണ് കാവ്യ. ലക്ഷ്യ എന്ന തന്റെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിന്റെ മോഡലായി കാവ്യ പ്രത്യക്ഷപ്പെടാറുണ്ട്. മാത്രമല്ല ദിലീപിനൊപ്പവും അല്ലാതെയും കാവ്യ പൊതുവേദികളിൽ സജീവമാകാറുണ്ട്. ബാലതാരമായി അഭിനയ രംഗത്തേക്ക് എത്തിയതാണ് കാവ്യ മാധവൻ. ഒരു കാലത്ത് കലോത്സവ വേദികളിൽ എല്ലാം സജീവമായിരുന്ന കാവ്യ തന്റെ 3-ാം വയസ്സിലാണ് നൃത്തം പഠിച്ചു തുടങ്ങിയത്. എല്ലാ കലോത്സവങ്ങളിലും ഭാഗമായിരുന്നു കാവ്യ. ചെറുപ്പം മുതൽക്കേ കലയോടുള്ള അടങ്ങാത്ത ഇഷ്ടം പിന്നീട് മലയാള സിനിമയിലെ നിറസാന്നിധ്യമായി കാവ്യയെ മാറ്റി. പൂക്കാലം വരവായി, അഴകിയ രാവണൻ തുടങ്ങിയ ചിത്രങ്ങളിൽ ബാലതാരമായി അഭിനയിച്ച കാവ്യ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെ ആദ്യമായി നായികയായി വേഷമിട്ടു. പിന്നീട് കാവ്യയുടെ നല്ല കാലം അതോടെ തുടങ്ങി. മലയാള സിനിമയിലെ സുന്ദരിക്കുട്ടി എന്നൊരു വിളിപ്പേര് ഇപ്പോഴും കാവ്യയ്ക്കുണ്ട്. ശാലീന സൗന്ദര്യവും നിഷ്കളങ്കമായ സംസാരവും കൊണ്ടാണ് കാവ്യ എപ്പോഴും ആരാധകരുടെ പ്രീതി നേടുന്നത്. വിവാഹത്തോടെ അഭിനയ രംഗം വിട്ട കാവ്യ കുടുംബജീവിതം ആസ്വദിക്കുന്ന തിരക്കിലാണിപ്പോൾ. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.